അല്ല ഗൈസ്, വാഴ ടു. കാർത്തിക് സൂര്യ ഉണ്ടല്ലോ, കാർത്തിക് സൂര്യ ഷസാമിൻ്റെ വീഡിയോന് താഴെ വന്നിട്ട് എന്ന് വെച്ചാൽ വാഴ ടുവിൻ്റെ റിവ്യൂ ഷസാം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കാർത്തിക് സൂര്യ അടിപൊളി വീഡിയോ, ഇമോഷണൽ റോളർ കോസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷസാം. അപ്പോൾ ആ കമൻറ്റിന് മറുപടി ആയിട്ട് ഒരു ബ്രോ ഇട്ടുള്ള ഒരു കമൻറ്റാണ് കേസ്. അതൊന്ന് തുടങ്ങാമെന്ന് വിചാരിക്കണം. പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, എന്ത് ഊള കോമഡികളാണ് ഈ പടത്തിലുള്ളത്. തിയേറ്ററിൽ അലമ്പ് കാണിക്കുന്ന ആളുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ച പോലീസുകാരെ തെറി വിളിക്കണു. അത് ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് 17 വയസ്സുള്ള ഒരുത്തൻ്റെ സുന്നത്ത് നടത്തുന്നു. അവൻ്റെ സാമാനം കാണാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുന്നു. അവരൊക്കെ വന്ന് എത്തി നോക്കുന്നു. അതേപോലെ തന്നെ തന്ത വീട്ടിലില്ലാത്ത സമയത്ത് ഗേൾ ഫ്രണ്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നു. ഊള കോമഡികൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് അതിൽ വരുന്നത്. അതാണ് ആ കമൻറ്റിലുള്ളത് കേസ്. അതായത് ഇതിനൊക്കെ ചിരിച്ചു കൊടുക്കണം എന്നാണോ? സെക്കൻഡ് ഹാഫിൽ ആ ഇമോഷണൽ സീൻസ് വന്നപ്പോഴാണ് ഞാൻ ഒന്ന് പൊട്ടിത്തിരിച്ചത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. ഹാഷിറിൻ്റെ വീഡിയോസ് എല്ലാം റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വാഴ ടു ഒരു വട്ടം കൂടി കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു സംഗതി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ തുടക്കത്തിലേ പറയേണ്ട ഒരു പോയിൻ്റ് ഇതാണ്: ഏത് സിനിമയായാലും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കും. പിന്നെ ചില ആളുകൾ ചില സിനിമയ്ക്ക് അനാവശ്യമായ ഹൈപ്പൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സഞ്ജു സാംസൺ മറ്റേ IPL ഇറങ്ങിയപ്പോൾ 7 റണ്ണിനും എത്ര 19 റണ്ണിനൊക്കെ ആയിട്ട്, 19 റണ്ണിനല്ലേ രണ്ടാമത്തെ കളിക്ക് പോയത്? RCB ആയിട്ടുള്ള കളിയിൽ എത്ര റണ്ണിനാണ് പോയത് ഇന്നലെ? എന്താ കേസ്, ഞാൻ ആ കളി ഫുള്ളായിട്ട് കണ്ടില്ല, ജസ്റ്റ് അതിൻ്റെ സ്കോർ ബോർഡ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്നൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാഴ 2 എന്ന സിനിമ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കും. അത് ഓരോരുത്തർ, ഇപ്പോൾ ഇതിൻ്റെ വേറൊരു വിഷയം എന്താ, അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇതിൻ്റെ വേറൊരു വിഷയം എന്താ വെച്ചാൽ, തുടക്കം മുതലേ ഹൈപ്പ് കൊടുത്തുള്ളൊരു പടമായിരുന്നു വാഴ 2 എന്ന് പറയുന്നത്. ഇറങ്ങിയ മുതൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ്. ഷസാം ആയിക്കോട്ടെ, കോക്ക് ആയിക്കോട്ടെ, സീക്രട്ട് ഏജൻ്റ് ആയിക്കോട്ടെ, എല്ലാവരും. അപ്പോൾ ഒരു പടത്തിനെ ഒട്ടും നെഗറ്റീവ് പറയാണ്ട് വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാം അത്ര ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. 100% പെർഫെക്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അതായത് ചില ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ. പിന്നെ വേറെ കാര്യം, നമ്മൾ അടിപൊളി എന്ന് കാണുന്ന സമയത്ത്, ഇപ്പോൾ സഞ്ജു സാംസൻ്റെ കാര്യം എടുക്കാം. സഞ്ജു അടിപൊളിയാണ്, അങ്ങനെയാണ്, പൊള്ളിക്ക എന്നൊക്കെ പറയുമ്പോൾ എന്നത് അങ്ങനെയാവണം നിർബന്ധമില്ല. അല്ലെങ്കിൽ സഞ്ജുവിലുള്ള ചില മിസ്റ്റേക്കുകൾ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത് ഒരു മനുഷ്യരുടെ പ്രവണതയാണ് കേസ്, അല്ലേ? ഞാൻ നെഗറ്റീവ് സാധനം കാണുന്നു എന്നല്ല പറയും. ഞാൻ വാഴ 2 എന്നുള്ള മൂവീനെ കുറിച്ച് വന്നിട്ടുള്ള കമൻറ്റുകളും റിവ്യൂസും ആ സിനിമയൊക്കെ കണ്ടിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോണത്. നിങ്ങളുടെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യാം. നമ്മുടെ പോയിൻ്റ് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഒന്ന് ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള, അതായത് നിങ്ങൾ എന്തായാലും കാണണം, മസ്റ്റ് വാച്ചാണ്. 2 ദിവസം കൊണ്ട് 25 കോടി, അതേപോലെ തന്നെ 4 ദിവസം കൊണ്ട് 60 കോടിയുടെ അടുത്ത് ആ ഈ ഒരു സാധനം 59.9 കോടി. അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പടമാണ്. ഇപ്പോഴും തിയേറ്ററിൽ നമ്മൾ സീറ്റ് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് റോയിലുള്ള സീറ്റുകൾ മാത്രമേ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൂ. അത്രയും ആളുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം വെക്കേഷനാണ്, വിഷു ടൈമാണ്, പിന്നെ നമ്മുടെ ഹാഷിർ ടീമിൻ്റെതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട്. പിന്നെ നല്ല സിനിമയാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടെങ്കിലും ചീറ്റടിപൊളി പടം അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ പോയിട്ട് സമാധാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റും. അതാണ് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായി തോന്നിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അലനെയാണ് കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. ഹാഷിറിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അലൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് കേസ്. പിന്നെ ഇതിൽ അതായത് അവരൊക്കെ കാണിക്കുന്ന ഒരു സാരമുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ വേറെ സംബന്ധിച്ച് നമ്മൾ സാധാരണ രീതിയിലുള്ള പല സാധനങ്ങളെയും സബ്വേർട്ട് ചെയ്തിട്ടുള്ള, തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സംഭവം പറയാം. ഇപ്പം സ്കൂളിൽ കഞ്ചാവ് പിടിച്ചിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ എല്ലാവരും അവരെ മണ്ടയ്ക്ക് ഇടുന്നുണ്ട്, ഒരു പാരൻസ് ശ്രദ്ധിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത്, വിജയ് ബാബുക്ക് മാഷായിട്ടാണല്ലോ പറയുന്ന സമയത്ത്, ഇവർ നേരെ വോയിസ് ഓഫീസ് സ്കൂളിലേക്കാണ് പോകുന്നത്. സ്കൂളിൽ മൂത്രപ്പുരയെന്നാണ് പരിപാടി തുറക്കുന്നത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിലുള്ള സെറ്റപ്പ്. എന്നിട്ട് അവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ഗ്രൗണ്ടുകളില്ല, പിള്ളേരുടെ ഈ ഊർജ്ജം സ്പെൻഡ് ചെയ്യാനുള്ള ഗ്രൗണ്ടുകൾ ഇവിടെ ഇല്ല. സ്കൂളിലെ ഗ്രൗണ്ടിലാണെങ്കിൽ ബസ്സുകൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ പാർട്ടിയുടെ പരിപാടികൾ, മതപരമായ കാര്യങ്ങളൊക്കെയാണ്, ഫങ്ഷൻസാണ്, സ്കൂളിൽ സ്റ്റേജ്
സ്റ്റേജൊക്കെ കിട്ടിയുള്ള കലാപരിപാടികളാണ് പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടുകളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവരുടേതായ ഊർജ്ജം ഇൻവെസ്റ്റ് ചെയ്യാൻ സ്ഥലങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ വളരെ അടിപൊളിയായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴട്ടോ മറ്റേ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് കമൻറ്റ്, ആ കമൻറ്റിൽ വന്നൊരു സാധനമാണ് എന്താ പറയുക, പഠിപ്പിക്കുന്ന പോലെയാണ് പല കാര്യങ്ങളും ഇവിടെ അഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ. നമ്മൾ പഠിപ്പിക്കുന്നതല്ലേ, അതായത് ഇമോഷണലായ മൊമെൻറ്റ്സ് ഇങ്ങനെ പഠിപ്പിക്കണ പോലെ എത്ര ഇമോഷണലി ഓരോ മൊമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് അറിയില്ല. അത് ഓരോരുത്തർ ആറ്റിറ്റ്യൂഡാണ്. അത് ആ കമൻറ്റിൽ വന്ന സംഭവമാണ് ഞാൻ ഇവിടെ പറഞ്ഞ സാധനം. അതുപോലെ ബിജുക്കുട്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ തന്നെ അത് ബിജുക്കുട്ടായാലും അടിപൊളിയായ കേസ് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയി തോന്നി. ഇപ്പോൾ അതിലില്ലേ ആ പടക്കം പൊട്ടിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ പടക്കം പൊട്ടിച്ച് ഓടില്ല ഒരാൾ. അപ്പോൾ നമ്മൾ എല്ലാ വിഷുവിനും ഇങ്ങനെ ട്രോളാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്ന സാധനം അത്. അപ്പോൾ ഇത് ആ സീൻ ബ്രദർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേസ്. വിനായകൻ്റെ അച്ഛനായിട്ടാണ് ബിജുക്കുട്ടൻ. അവർ ആ കോമ്പിനേഷൻ അടിപൊളിയാണ്. വിനായകൻ്റെ കുട്ടിക്കാലം കാണിച്ച ആ പയ്യൻ, അതേപോലെ ഹാഷിറിൻ്റെ കുട്ടിക്കാലം കാണിച്ച പയ്യൻ, അതേപോലെ അലൻ്റെ കുട്ടിക്കാലം കാണിച്ച പയ്യൻ, അടിപൊളിയിട്ട് എല്ലാ ചൈൽഡ് ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ നായികനെ കാണുമ്പോൾ നല്ല ചന്തമുണ്ട്, അടിപൊളി. നായിക അത് ഓവറാക്കിയിട്ടില്ല, അതാണ് അതിൻ്റെ ഒരു സമാധാനം. ഓവറാക്കിയിട്ടില്ല. ചിലതിലൊക്കെ ഓവറായിട്ട് ഒലിപ്പിക്കലും പരിപാടികൾക്ക് ഇത് അങ്ങനെ സംഭവമൊന്നുമില്ല. വളരെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബിജുക്കുട്ടൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ ആ ട്രോള് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കില്ല, മനസാക്ഷിയുള്ളവർ ചിരിക്കില്ല. കാരണം അങ്ങനെ ഒരു പാട്ട് കൂടി അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ബിജുക്കുട്ടൻ വീട്ട് കിടക്കുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങോട്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് വരും. അപ്പോൾ ബിജുക്കുട്ടൻ മോനെ ഇതിന് മാത്രം എന്താ കരയാളുള്ള എന്ന രീതിയിൽ അവനെ നോക്കണമെന്ന് നോട്ടമുണ്ട്. അത് അവരുള്ള ഒരു കെയറും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കേസ്. ഭീകരമാണ് അത്, അടിപൊളി. അതിനുശേഷം മറ്റേ ഹൃദയം ആ ഒരു സാധനം പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടച്ചിങ് ആയി തോന്നി കേസ്. അതേപോലെ ഇതിൻ്റെ വേറൊരു സംഭവമായിട്ട് തോന്നിയത്, അതായത് നമ്മൾ സബ്വേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, സാധാരണ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുന്നതിനെ ഒന്ന് തകിടം മറിച്ചുകൊണ്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന വേറൊരു മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവർ UK പോയിട്ട് ഇപ്പോൾ പലരും ആളുകൾ എന്താ വെച്ചാൽ UK പോകാൻ ഇപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു UK പോയിട്ട് പഠിക്കണം, PhD ചെയ്യണം, PG ചെയ്യണം, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവർ UK പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർ UK പോവുകയാണ്. UK പോകുന്ന സമയത്ത് അവിടെ കഷ്ടപ്പാടുണ്ട്. അവിടെയാണെങ്കിൽ മലയാളികൾ ക്ലാസ്സിൽ അവസാനം അവിടെ അവൻ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അതിൽ വീട്ടുകാർ എന്നിട്ട് പെങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി പക്ഷെ പഠിക്കാൻ വിടൂല അച്ഛൻ, അങ്ങനെ ഒരു സംഭവമൊക്കെ വരുന്ന സമയത്ത് ഞാനല്ലാണ്ട് പിന്നെ ആരുണ്ട് ഒക്കെ വന്നിട്ട് അലൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് അവൻ തന്നെ അവിടെ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ചിട്ടാണ്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡാണ് മാറുകയാണ്, ഉത്തരവാദിത്ത ബോധം വരികയാണ്. അപ്പോൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇവനും അവിടെ ഒരു ഗാർഡനറായിട്ടും പ്ലംബറായിട്ടൊക്കെ വരുന്നൊരു ചെങ്ങയുണ്ട്, ഒരു മൊട്ടച്ചേട്ടൻ. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ പോൺ സംഭവങ്ങളിലൊക്കെ ഉള്ള ഇവിടെ വട്ടത്തേട്ടൻ ഉണ്ടല്ലോ, ഓട്ടം ബ്രോ. അപ്പോൾ ആളെ കണ്ടപ്പോൾ തുടക്കത്തിൽ ആളുകൾ ഇവിടെ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന രീതിയിൽ ഇവൻ അലൻ പറയുമ്പോൾ അത് ചുറ്റുള്ള ആളുകളൊക്കെ ചിരിക്കുകയായിരുന്നു തിയേറ്ററിൽ, ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ആ സാധനം മാറി. കാരണം എന്താ വെച്ചാൽ ഇവിടെ വിനായക് പനിയായിട്ട് ആശുപത്രിയുടെ അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, വിറച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവുമല്ലോ, ബിജുക്കുട്ടൻ മരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവൻ ഇതൊക്കെ ഓർത്തിട്ട് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ മരുന്ന് ഇവിടുന്ന് കിട്ടാനില്ല. അപ്പോൾ അവിടുത്തെ കടകളൊക്കെ അടച്ചിടണം, മെഡിക്കൽ സ്റ്റോറുകളൊക്കെ. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ വളരെ കുറവ്, കുറച്ച് നാണയത്തുട്ടുകൾ മാത്രമേ ഉള്ളൂ അല്ലെൻ്റെ കയ്യിൽ, അല്ലേ? ഓർമ്മ ഉണ്ടായിരിക്കും, കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് പറയണില്ല, സ്പോയിലർ പോലെയുള്ള സാധനം, അതുകൊണ്ടാണ് ഫുള്ള് പറയാത്തത്. എന്നാലും എനിക്കിത് പറഞ്ഞേ പറ്റും. അപ്പോൾ ഇവൻ മറ്റേ ആളോട് പറയണം, ഇവൻ വർക്ക് ചെയ്യണ ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പൈപ്പ് പൊട്ടിയിട്ട് ടാപ്പ് പൊട്ടിയിട്ട് ശരിയാക്കാമെന്നുള്ള ഒരുത്തൻ ഗാർഡനിങ്ങിന് മൂപ്പരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇലക്ട്രീഷ്യനായിട്ട് മൂപ്പര് വർക്ക് ചെയ്യണ ഒരു ചേട്ടൻ. ആ ചേട്ടാ ശരിക്കും നിങ്ങൾ ആരാ, ദൈവമാണോ ചോദിക്കുമ്പോൾ മറ്റേ മൂപ്പര് പറഞ്ഞ ഒരു സാധനമുണ്ട്, മോനെ, അതായത് മറ്റേ എങ്ങനെയാണ് ഗുളികയായിട്ട് വരണത്, ഇവന് കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ ആയിട്ട് പറയുന്നത്, മോനെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ ബ്രോ, ജീവിക്കണ്ടേ എന്നൊരു സാധനം. ഇത് ഭയങ്കര സംഭവമായിട്ടാണ്. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, ജീവിക്കണ്ടേ, വ്യത്യസ്ത റോളുകളിൽ വരുന്നു എന്നൊരു സാധനം. ഇതും ആ പോൺ ഇൻഡസ്ട്രിയിലെ മനുഷ്യനായിട്ടുള്ള ഒരു സാധനം, ജോഡി ചേട്ടനായിട്ടുള്ള വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മൂപ്പര് പേരല്ലേ, ആ ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല. ഇനി മൂപ്പര സീൻസിനെ കാണുന്ന സമയത്ത് നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേസ്. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇത് ജീവിതമല്ലേ, ജീവിക്കട്ടെ എന്നുള്ളൊരു സാധനത്തിലേക്കൊക്കെ ഒരു പോൺ ഇൻഡസ്ട്രീനെ മാറ്റുക എന്നുള്ള ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു സാധനം കേസ്. ഞാൻ പറയില്ല, നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയാം കേട്ടോ. ബിജുക്കുട്ടൻ്റെ മറ്റേ പടക്കം പൊട്ടിക്കൽ സാധനം, ഇപ്പം പറഞ്ഞ ജോണി സിൻസിൻ്റെ ആ ഒരു സംഭവം, അതേപോലെ തന്നെ പിന്നെ ഇതിൽ വരുന്ന സാധനം ആ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഒക്കെ ഒരു സംഭവം ഒരു പടത്തിൽ എത്ര അടിപൊളിയായിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അധ്യാപകരും പാരൻസൊക്കെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് അവർ കുറ്റപ്പെടുത്തല്ല വേണ്ടതെന്നൊക്കെ. അതേപോലെ ഈ അലൻ്റെ പെങ്ങൾ
തിയേറ്ററിൽ പടം കാണാൻ പോയിട്ട് അവിടുന്ന് നേരെ താഴത്തേക്ക് വീഴാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ ഒരു സംഭവമുണ്ട്. അപ്പോൾ സുധീഷ് ഓളെങ്ങനെ പിടിക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്, ചെയ്യരുത് എന്നുള്ളൊരു സാധനം. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ സൂയിസൈഡുകൾ നടക്കുന്നത്, കുട്ടികളെ ചേർത്ത് നിർത്തേണ്ട ഒരു ആവശ്യകത എന്താണെന്നുള്ള ഒരു സാധനത്തിലേക്കൊക്കെയാണ് ഇത് പോകുന്ന കേസ്. എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. നമ്മൾ കുറച്ച് കാലം കുട്ടികളെ പഠിപ്പിച്ചിട്ടൊക്കെ പോയിട്ടുള്ള ഒരു മനുഷ്യൻ ലെവലിലേയും, അപ്പോൾ അത് കുട്ടികളുടെ കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അവർ പേഴ്സണലി നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ആ പടം ഇങ്ങനെ പ്രത്യേകിച്ച് ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ സംഭവം അല്ല അത് എന്നോട് പറയുന്നുണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്ന്. ഞാൻ അവിടെ പറഞ്ഞു വന്നത് ആ സിനിമയിൽ ഇങ്ങനെയുള്ള യൂത്തുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ ഡ്രഗ് അബ്യൂസുമായിട്ടുള്ള ഒരു സാധനങ്ങൾ, ഇപ്പോൾ പാരൻസിൻ്റെ ഒരു പ്രാധാന്യം ഒക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ആ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു പ്രാധാന്യം, അവരൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു സംഭവം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനം എന്നൊക്കെ ഉണ്ടല്ലോ. ഇത് ആ കുട്ടികളെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ് വാഴ 2ൻ്റെ വേറൊരു സിഗ്നിഫിക്കൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പല സിനിമകളിലും ഇല്ലേ യൂത്തന്മാരുടെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് 90s അമ്മാവനും അതേപോലെ 80s മുത്തച്ഛന്മാർ അങ്ങനെ കളിയാക്കുക, അവർ പറയുന്നൊന്നും കേൾക്കാണ്ടിരിക്കുക കഴിഞ്ഞാൽ സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു സിനിമയല്ല. ഇത് ഭയങ്കര സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും മോറൽ വാല്യൂസിൽ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള സാർ അങ്ങനെയൊക്കെ കുറേ സാധനമാണ് കേസ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് സ്കൂളുകളിൽ ഞങ്ങൾ പ്രയർ നടത്തുന്നുണ്ട്, എല്ലാ മതങ്ങളുടെയും പ്രയർ നടത്തുന്നുണ്ട്. അപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് ഇതെന്തെന്ന് പ്രയർ നടത്തിക്കൊണ്ട് എല്ലാം ആയോ, അത് നടത്താനുള്ള സ്ഥലമാണോ സ്കൂൾ എന്നൊക്കെ. അപ്പോൾ അത് ഇനി പൊങ്കാലങ്ങൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിലൊന്നുമില്ല കാര്യമുള്ളൂ, കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് ഗ്രൗണ്ട്, അവിടെ ബസ് പാർക്ക് ചെയ്യാനുള്ളതല്ല, കുട്ടികൾ കളിക്കട്ടെ. എന്നാൽ തന്നെ ഡ്രഗ് അബ്യൂസിൻ്റെ കുറേ സാധനങ്ങൾ മാറിക്കിട്ടും എന്നുള്ളൊക്കെ ഒരു സംഭവം അവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ ഹാഷിർ അടിപൊളിയായിരുന്നു, അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഹാഷിർ അതിലെ മെയിൻ നടൻ എന്നുള്ള രീതിയിൽ ഹാഷിറിനെ ചുറ്റി പറ്റിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട റോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ആ വിനായകൊക്കെ പൊളിച്ചെറിഞ്ഞ്. അല്ല അജിൻ്റെ ചേട്ടൻ ദേവരാജോ മൂപ്പര് ഇവിടെ ചേട്ടനും അനിയനും തമ്മിലുള്ളൊരു കണക്ഷൻ അവിടെ പറയുന്നത്, അജിനും ദേവരാജും തമ്മിൽ. അപ്പോൾ പറയുന്നത് ഇവൻ അങ്ങോട്ട് വരുന്ന സമയത്ത് അത് ഒരു കാര്യത്തിപ്പം പറയുന്നത് എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു, എൻ്റെ ആ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്നൊക്കെ. അപ്പോൾ ഇവൻ പറയുന്നത് എടാ നീ അത് കലിപ്പിലല്ല വായിക്കേണ്ടത്, നീ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാ, അതങ്ങനെ ഇമോഷണലായ രീതിയിൽ അവൻ വായിക്കണം. അപ്പോൾ മനസ്സിലാവണം അയ്യോ ഞാനത് മുൻവിധികൾ വെച്ചിട്ട് ചേട്ടനോടുള്ള ദേഷ്യം എന്ന രീതിയിലാണ് വായിച്ചത്, അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാവാണ്ടിരുന്നത്, അതിന് ഉള്ളിലുള്ള സ്നേഹം എന്നൊക്കെ ഒരു സാധനം അതിൽ പറയുന്നുണ്ട്. നീ പഠിക്കാൻ പോയിക്കോ, ചേട്ടനോട് പറയുന്നുണ്ട് ദേവരാജിനോട്, നീ പഠിക്കാൻ പോയിക്കോ ഞാൻ നിന്ന് പോയിക്കോളാം. അപ്പോൾ പറയുന്നുണ്ട് സാക്രിഫൈസ് ആയിരിക്കൂലേന്ന്. അപ്പോൾ സാക്രിഫൈസ് അല്ല, നിനക്ക് ഏജ് ഓവർ ആവാൻ പോവല്ലേ, അപ്പോൾ നിന്നെ ഞാൻ നോക്കിക്കോളാം, എന്നിട്ട് നിനക്കൊരു ജോലി കിട്ടിയിട്ട് നീ എന്നെ പഠിപ്പിച്ചാൽ മതി എന്നൊരു സാധനം ഉണ്ടല്ലോ. പർട്ടിക്കുലർ സാറാണ് കേസ്. അല്ല ശരിക്കും ആ സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് ഇവർ ലൈഫിൻ്റെ കയ്പ് നീര് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തുന്ന ശരിക്കും നമുക്ക് കണക്ട് ചെയ്യാൻ കേസ്. നമുക്ക് വല്ലാത്തൊരു മിസ്സിങ്, എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ് തോന്നി കേസ്. ആ ഒരു ലൈഫ് തീർന്നല്ലോ എന്നുള്ളൊരു സാധനം. അപ്പോൾ എന്തായാലും വാഴ 2 എന്നുള്ള മൂവി അനാവശ്യമായി ഹൈപ്പ് കൊടുക്കണുണ്ടോ ഇല്ലേ എന്നല്ല, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കണ്ട സിനിമകളിൽ, തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് വാഴ 2 ആണ്. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേസ്. അതേപോലെ തന്നെ അതിൽ വളരെ സ്വാഭാവികമായ രീതിയിലാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. എനിക്കത് ഇങ്ങനെ തോന്നിയത് ഇവന്മാർ പൊളിക്കിട്ടോ, ഒരു രക്ഷയില്ല. മലയാള സിനിമയിൽ അവരുടേതായ ഒരു സിഗ്നേച്ചർ ഇട്ട് ഇനി അതുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. പിന്നെ ആഷിറിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നില്ല, അവന് അവരുടേതായ ആ ടീമിന് അവരുടേതായ ഒരു തനത് സംഭവമുണ്ട്. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേസ്, അത് അവസാനം ഒരു തല്ലിട്ടല്ലോ, കൂട്ടത്തല്ല് മറ്റേ ഇവിടെ കല്യാണത്തിന് പപ്പടം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് എനിക്കത് കുറച്ച് ഓവറായ പോലെ തോന്നി കേസ്. അത് പപ്പടം വിളമ്പുന്ന സമയത്ത് നീ എവിടെ പോയാലും തന്നെ മേഡ് ഫോർ ഈച്ച് തരത്തിൽ കൂട്ടും. അപ്പോൾ ചുറ്റും അപ്പുറത്ത് പുറത്ത് ആൾക്കാരില്ലേ, അപ്പോൾ ഒരുത്തന്നെ അങ്ങനെ പറയുമോ പ്രാക്ടിക്കൽ ലൈഫിൽ? എനിക്ക് തോന്നുന്നില്ല. അത്രയും പൊട്ടനാണോ ആഷിർ അതിൽ? എന്നിട്ട് അവൻ കൊടുക്കുന്ന അളിയനും കഴിക്കുക പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് എനിക്കത് കുറച്ച് ഓവറായിട്ട് തോന്നി കേസ്. എന്തോ അടി സൂപ്പറാണ്, പക്ഷേ അവൻ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ ആ മൊമെൻറ്റിൽ, അങ്ങനെയാണ് അത് അടി ഉണ്ടാവുള്ളൂ, അവൻ അടി കിട്ടണത്. അപ്പോൾ മറ്റേ ടീമുകൾ വന്നിട്ട് പച്ചക്കാർ വന്നിട്ട് പൊരിയ അലവുണ്ടായിട്ട് അടി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ, അടിപൊളിയാണ്. അതുപോലെ ഹാഷിറിൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ച അവരും ഒക്കെ എല്ലാവരും അടിപൊളിയാണ്. അതുപോലെ സുധീഷിൻ്റെ ക്യാരക്ടർ അടിപൊളി തോന്നുന്നുണ്ട്. അതുപോലെ മറ്റേ അജിൻ്റെയും ദേവരാജിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച മൂപ്പരമ്മോ അതിൽ പറയുന്നുണ്ട്, എടാ നമ്മളെ ജോലിക്ക് വിട്ടിട്ട് അച്ഛൻ മടമ്പിയെ പോലെ അവിടെ ജീവിക്കുകയാണ്, ഉപയോഗിക്കുകയാണ്, എനിക്കത് മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ മിച്ചർ നിന്നിട്ട് മൂപ്പര റിമോട്ടും കൈ പിടിച്ച് ടി വിയുടെ ചാനലുകൾ മാറ്റിയിരിക്കണ ഒരു സാധനം, ഒരു എക്സ്പ്രഷൻ മൂപ്പരുടെ ബോഡി മാനേഴ്സൊക്കെ ഉണ്ടല്ലോ, മാനറിസം സൂപ്പർബ്. ആ ക്യാരക്ടറായിട്ട് അത്രയും നീതി പുലർത്തിയായിട്ട് തോന്നി കേസ്. പിന്നെ പിന്നെ വിനായകൻ്റെ കരച്ചിൽ, അപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് കേസ്. വിനായകനെ ചേർത്ത് പിടിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഒരു സായിപ്പിൻ്റെ വൈഫിനോട് അവർ നമ്മൾ വേറെ ഡയലോഗുകളൊന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല.
അവർക്ക് അവരോടുള്ള ഒരു സ്നേഹം, അവനോടുള്ള ഒരു സ്നേഹം, സാധനമൊക്കെ ഉണ്ട്. അവൻ ചേർത്ത് പിടിച്ചിങ്ങനെ കരയുന്നുണ്ട് ഗൈസ്. അതൊരു വല്ലാത്തൊരു ഹാർട്ട് ടച്ചിങ് മൊമെൻ്റാണ് ആ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും വാഴ 2 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ചിരിക്കും. ഭയങ്കരമായിട്ട് ചിരിക്കുക എന്നല്ല, അങ്ങനെ ഊള കോമഡികൾ എന്നല്ല, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് ഇത് എന്തോ വലിയ സംഭവം, പലരും ഈ ഹൈപ്പ് കേട്ടിട്ട് എന്താ സിനിമയിൽ നോക്കട്ടെ അങ്ങനെ പോകുമ്പോഴുള്ള നിരാശയാണ് തോന്നുന്നത് കേസ്. വളരെ സീരിയസ് ആയിട്ട് മസിലും പിടിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല ഇത്. നമ്മളവിടെ പോകുമ്പോൾ നമുക്കിങ്ങനെ അതിൽ പറയുന്നുണ്ട് ബയോപിക് ഓഫ് മില്യൺ ബ്രോസ്, നമ്മുടെയൊക്കെ ബില്യൺ ബ്രോസ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നടന്നിട്ടുള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആഷിറിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, അതിലെല്ലാ കഥാപാത്രങ്ങളുള്ള അനുഭവങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ അനുഭവിച്ചതോ കണ്ടതോ കേട്ടതോ എക്സ്പീരിയൻസ് ചെയ്തോ ആയിട്ടുള്ള സാധനങ്ങളാണ് വാഴ 2 വരുന്നത്. ഞാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി കാണും ഗൈസ്, എനിക്കത് അങ്ങനെ ഒരു സംഭവം തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളി പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാഴ 2. വാഴ 1 ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ, വാഴ 1 കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വാഴ 1 ഒന്നുകൂടി ഇരുന്ന് കാണണം. ഒന്നുകൂടിയല്ല, ഒന്ന് കാണണം, ഞാനത് നോക്കുന്നുണ്ട്. എന്തായാലും വാഴ 2 ഒന്നുകൂടി പോയി കാണണം. എന്തായാലും അടിപൊളിയായിട്ട് തോന്നി ഗൈസ്. അപ്പോൾ വാഴ 2 കണ്ട ആളുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തോന്നിയത്? അതായത് പടം അടിപൊളിയാണ് മോശമാണ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഇൻസിഡൻസുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആയോ, അതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഗൈസ്. അതിൽ കാണിക്കുന്ന സംഭവങ്ങൾ, അതുപോലെ അതിലെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സ്ക്രിപ്റ്റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ വിപിൻ, അതേപോലെ സവിൻസ, ഇവരുടെ ആ ഒരു വർക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. അല്ല ആഷിറിൻ്റേതായിട്ടുള്ള അവൻ്റേതായ ഒരു സ്റ്റൈലും സാരകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായി, വളരെ നിഷ്കളങ്കമായ ഒരു സംഭവം. എന്തായാലും അടിപൊളിയായി ഗൈസ്. എനിക്ക് അല്ലനെയാണ് ആയിട്ടാണ് കൂടുതൽ കണക്റ്റ് ആയത് ഗൈസ്. അയ്യോ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഇതിൽ പറയുന്നുണ്ട് മറ്റേ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന പലരും എന്താ വെച്ചാൽ എല്ലാ സുഹൃത്തുക്കളും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി, പിന്നെ സുന്നത്ത് നടത്താൻ വേണ്ടി VCD പ്ലെയർ വീട്ടിൽ വെച്ച് പോകണം എന്നുള്ളത്, അതൊക്കെ ഭയങ്കര ബോറായിട്ടാണ് തോന്നിയതെന്ന്. എനിക്കത് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ മസിലും പിടിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അതൊക്കെ ബോറായിട്ട് തോന്നും. അതായത് മറ്റവൻ്റെ സുന്നത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞാൽ കേൾക്കില്ല, അപ്പോൾ അവന്മാർ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് പോകാമെന്ന് എന്തോ പറഞ്ഞിട്ട് ബിജുക്കുട്ടൻ അവിടുന്ന് പോകും. ബിജുക്കുട്ടൻ്റെ മകനായിട്ടുള്ള വിനായകും സുഹൃത്തുക്കളും ആഷുറും എല്ലാവരും കൂടി അവിടെ വരികയാണ്. അപ്പോൾ അവന്മാർ ബീറൊക്കെ വാങ്ങിയിട്ട് അതിലൊരു പെണ്ണിനെ കൊണ്ടേ വരിക. അപ്പോൾ നമ്മളാലേക്ക് പെണ്ണിനെ കൊണ്ട് വരുന്നത് അത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണമെങ്കിൽ അത് നെഗറ്റീവായിട്ടൊക്കെ ആളുകൾക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ആ വാഴ എന്നുള്ളൊരു സിനിമ കണ്ടിട്ട്, വാഴ 2 എന്നുള്ള സിനിമ കണ്ടിട്ട് പിള്ളേർ നയിച്ചു പോകുന്നുള്ളൊരു പേടിയൊന്നും ആൾക്കാർക്ക് ആവശ്യമില്ല തോന്നുന്നു കേസ്. കാരണം എന്താ വെച്ചാൽ അതിൽ ഭയങ്കരമായിട്ട് അവേക്കനിങ് ആയ, അല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കൂടി അതിലുണ്ട്. കുട്ടികൾക്ക് കുറച്ചും കൂടിയൊക്കെ അവർ അച്ഛന്മാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു എലമെൻറ്റ് എന്തോ അതിലുണ്ട്. കുറച്ചുകൂടി ഇങ്ങനെയുള്ള മനുഷ്യത്വപരമായ രീതിയിൽ ചിന്തിക്കാനും ഇടപെടാനുള്ള ഒരു ആഹ്വാനം ആ സിനിമയിലുണ്ട് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അത് പഠിപ്പിക്കുന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല, അത് സ്വാഭാവികമായ രീതിയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നത് കേസ്. അതേപോലെ അതിൽ ഏറ്റവും അടിപൊളി ഒരു കഥാപാത്രം കാണിച്ചിട്ടുള്ള മറ്റേ അജു വർഗീസ് മാഷായിട്ട് അതിൽ വരുന്നുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. അജു വർഗീസിന് ഫസ്റ്റ് ഹാഫിലെ എൻഡിൽ അവിടെ അവന്മാർ അടി ഉണ്ടാവുന്ന സമയത്ത് അവന്മാർ ഒരു ത്രാസിൻ്റെ ഒരു സാധനം വെച്ചിട്ട് ഒറ്റടിക്കുന്നുണ്ട്. മനഃപൂർവ്വം അല്ല അതിൻ്റെ ഇടയിൽ പെടുന്നത്. ഞാൻ ശരിക്കും അവൻ മരിച്ചു പോയി എന്ന് വിചാരിച്ച്, അങ്ങനെയാണ് വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല, അത് ഇടി കൊണ്ടുവന്നൊരു സാധനമല്ല. അജു വർഗീസിന് വളരെ കുറച്ച് പ്രസൻസാണ് അതിൽ സിനിമയിലുള്ളതെങ്കിലും അടിപൊളിയായിട്ട് തോന്നി ഗൈസ്. എന്തായാലും വാഴ 2 എന്നുള്ള മൂവി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെ റേറ്റ് ചെയ്യുമ്പോൾ ഒരു 10ൽ ഒരു 9 മാർക്ക് കൊടുക്കും ഗൈസ്. അടിപൊളിയാണ്. എന്തായാലും മലയാള സിനിമ ഇപ്പോൾ കൂടുതൽ അടിപൊളിയായിട്ട് വരുന്നു, കൂടുതൽ ആളുകൾ ഇത് കാണുന്നു, തിയേറ്ററൊക്കെ ഹൗസ്ഫുള്ളായി മാറുന്നു, ടിക്കറ്റുകൾ കിട്ടാനില്ല, ഫാമിലി ആയിട്ട് വന്നിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം കേസ്. ആർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ, സ്കൂളിൽ പോയ ആളുകൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു സംഭവം. ഇപ്പം ന്യൂജൻ പിള്ളേർ എന്ന് പറയുന്ന മാതിരി, ഇപ്പോൾ ഈ പിള്ളേർക്ക് മാത്രമല്ല, 2K കിഡ്സിന് മാത്രമൊന്നുമല്ല, 90s കിഡ്സ് ആയിക്കോട്ടെ 80s കിഡ്സ് ആയിക്കോട്ടെ, ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം കേട്ട് തോന്നുന്നു കേസ്. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ സാധനം എന്താ വെച്ചാൽ, ആഷിർ ജയിക്കുന്നത് ആഷിർ ഉറപ്പായിരുന്നു +2. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ജയിക്കും, അവൻ തോൽക്കും. അപ്പോൾ അവൻ ശരിക്കും അവിടെ കുടുങ്ങുന്ന ഒരവസ്ഥയായിരുന്നു നാട്ടിൽ. അതേപോലെ തന്നെ ഗപ്പി വളർത്തുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇതായിരുന്നു. അനിയനായിട്ട് അവൻ അങ്ങനെ കണക്റ്റ് ആവുന്ന അങ്ങനെയാണ്. അതായത് ഒരു കഞ്ചാവിൻ്റെ ഒരു സാധനം അനിയൻ വണ്ടിയിൽ വെക്കുന്ന സമയത്ത് അനിയനെ ഉപദേശിക്കുന്ന ഒരു സാധനമുണ്ട്, അങ്ങനെ ചെയ്യരുത്,
അനുഭവത്തിൽ നിന്നാണ് പറയണത് എന്നൊക്കെ ഒരു സാധനം. ഇപ്പോൾ ഉള്ള 4-5 കൊല്ലമാണ് നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്താലാണ് അതാണ് നമ്മുടെ ലൈഫിനെ കാര്യമായിട്ട് സ്വാധീനിക്കുക എന്നൊക്കെ ഒരു സാധനം. ഇതൊക്കെ നമുക്ക് കുറേ കാലം മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈഫ് ഒരുപാട് മാറിയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല അതുപോലെ അവൻ്റെ അനിയനെ ഒറ്റ കൊടുക്കാണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ അവൻ മറ്റേ ആ പെണ്ണിനോട് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പെണ്ണിനോട് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നിനക്ക് എന്നെയൊക്കെ നല്ല ചെക്കനെ കിട്ടുന്നൊക്കെ പക്ക പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നൊരു സാധനം. ഇനി അടി കൂടാൻ വയ്യ എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇനി വാഴ 3 വരുമോ എന്നുള്ളതാണ് ഗൈസേ നമുക്ക് ഇനി ആലോചിക്കാനുള്ളത്. വരട്ടെ. ഇപ്പോൾ ഷസാമൊക്കെ പറയുന്നുണ്ട് വാഴ 1ൻ്റെ റിവ്യൂവിലൊക്കെ അവൻ പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അവനിപ്പോൾ പലരും എയർലി ആയിട്ടുണ്ട്. അതായത് ഇത് സീരീസായിട്ട് വാഴ 2 വാഴ 3 ഇങ്ങനെയൊക്കെ വരേണ്ട കാര്യമുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ. വാഴ 2 ഇറങ്ങിയപ്പോൾ ഷസാം അടിപൊളി പടമാണ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, അപ്പം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവനിങ്ങനെ എയർലി കയറ്റേണ്ട എയർ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു പടത്തിനെ ഒറ്റപ്പടമായിട്ട് സീരീസ് അല്ലാണ്ട് ഇറക്കി അടിപൊളിയാവുന്ന ആളുകൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അത് കൂടുതൽ സക്സസ്ഫുൾ ആയ രീതിയിൽ സെക്കൻഡ് പാർട്ട് വരുന്നുള്ളത് നല്ലതല്ലേ. ഇനിയിപ്പോൾ തേർഡ് പാർട്ട് വരികയാണെങ്കിൽ അടിപൊളി. എന്തായാലും ആഷിറിനെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ വാഴ 1 വന്നു. ഇപ്പോൾ വാഴ 2ലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് സീൻസ് മാത്രമാണ് വാഴ 1ൻ്റെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ആ മറ്റേ താടിക്കാരനെ ഇൻസൾട്ട് ചെയ്യണില്ലേ, ചടാ എന്നിട്ട് പറയില്ല എൻ്റെ മോനെ തല്ല നീ ആരടാ എന്നൊക്കെ ചോദിക്കുന്ന സാധനമല്ലേ കല്യാണത്തിൻ്റെ ടൈമിൽ. അങ്ങനെയുള്ള കുറച്ച് സീനുകളാണ് ഞാൻ വാഴ 1ൻ്റെ കണ്ടുള്ളത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു പടത്തിനെ കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനാണ്, എല്ലാ സിനിമകളൊന്നും പോയി കാണില്ല. അപ്പോൾ എനിക്കെന്തോ വാഴ 1ൻ്റെ കുറച്ച് സീൻസ് കണ്ടപ്പോൾ എനിക്കത് പ്രത്യേകിച്ച് എനിക്കെന്തോ ആ സമയത്ത് കാണാൻ പറ്റാണ്ടിരിക്കുക, കാണാൻ തോന്നാണ്ടിരിക്കുകയൊക്കെ തോന്നി. പക്ഷേ വാഴ 2ൻ്റെ ഇത് കണ്ടപ്പോൾ ഇന്നൊന്ന് പോയി കണ്ടു കളയാം എന്നൊരു സാധനം എനിക്ക് തോന്നി കേസ്. അങ്ങനെ പോയി കണ്ടതാണ്. എന്തായാലും സമയം പൈസയൊന്നും വെറുതെ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി. ഞാൻ സജസ്റ്റ് ചെയ്യാണ് വാഴ 2 തിയേറ്ററിൽ പോയിട്ട് തന്നെ പോയി കാണുക. ഓക്കെ, അടിപൊളി. എന്തായാലും പിള്ളേർ 100 കോടിയിലൊന്നും ഒതുങ്ങൂലത്, 200-250 കോടിയൊക്കെ ആവുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം. ഞാൻ ആലോചിക്കണ വേറൊരു സാധനം, ഇപ്പോൾ ആഷിറിനെ വളർത്തി ഉമ്മച്ചി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എത്ര സന്തോഷമാവൂലേ. അപ്പോൾ അവർക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമോ അറിയില്ല, അവർക്കത് കണക്ട് ചെയ്യുമോ സംഭവം, എന്തായാലും അറിയില്ല ഗൈസ്. ഞാൻ അങ്ങനെ ആലോചിക്കണത്. അവൻ ഉമ്മച്ചി ഇല്ലേ, ഉമ്മച്ചി എൻ്റെ സിനിമ ഇറങ്ങാൻ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ ഇട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. ആഷിറിന് തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ ആഷിറേ അതൊരു സാരൊക്കെ വിളിച്ചു പോയി. എനിക്കത് എന്തായാലും ഭയങ്കര സന്തോഷം കേസ്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ ഒരുപാടുണ്ട്, അതിപ്പോൾ എന്തൊക്കെ പറയുന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട് കേസ്. എന്തായാലും സുധീഷിൻ്റെ റോളൊക്കെ അടിപൊളിയായിരുന്നു. ഇവർ UK പോണ ടൈമിൽ പറയുന്നൊരു സാധനമുണ്ട്, ചില ആൾക്കാർ ഈ ഫ്രണ്ട്ഷിപ്പിനെ ഓവറായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ബോറാക്കും ചില സിനിമകൾ. ഇതങ്ങനെ ബോറാക്കണില്ല. അതായത് ഇവർ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ആഷിർ ഇവന്മാർ UK പോകുമ്പോൾ കൊടുത്തു വിട്ടിട്ട് എടാ ഒന്ന് വായോ എന്ന് പറയുന്ന സമയത്ത് ആ വാച്ച് എന്തെങ്കിലും തരാനാ വിചാരിച്ചിപ്പോൾ അങ്ങോട്ട് പോകും. അവിടെ പോകുന്ന സമയത്ത് ഇത് വെയിറ്റ് കൂടുതൽ, ഇത് തിരിച്ചു വെച്ച പറഞ്ഞിട്ട് ലവ് ഹാഷിർ എന്ന് എഴുതി ഒട്ടിച്ചുള്ള അച്ചാറിൻ്റെ പാക്കറ്റൊക്കെ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് ഇങ്ങനെ ഇതൊരു സാധനം തോന്നി. അപ്പോൾ പ്രാക്ടിക്കലായ റിയലായ രീതിയിലുള്ള ഒരു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിനൊക്കെ. പിന്നെ അതിൽ ബിജുക്കുട്ടൻ പറയുന്നുണ്ട് എടാ എല്ലാവരും കെട്ടിപ്പിടിക്കില്ല, എന്നെ കൂടി കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ആ എയർപോർട്ടിലെ സീനില്ലേ, പിന്നെ ഞങ്ങൾ UK പോണ ടൈമിൽ ഇപ്പുറത്ത് സുധീഷിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അലൻ വരുന്ന സമയത്ത് സുധീഷിനടാ സമയമായി ശരി ഉണ്ട്. അത് ഓരോരുത്തർ എങ്ങനെയാണ്, ചിലവർ എക്സ്പ്രസ് ചെയ്യും സ്നേഹം, ചിലവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് കുറവായിരിക്കും. അങ്ങനെയൊക്കെ ഓരോ സാധനം അടിപൊളിയായി തോന്നി ഗൈസ്. എന്തായാലും വാഴ 2 അടിപൊളി മൂവി. പിന്നെ അതിൽ വേറെ കാര്യമുണ്ട്, ഇവർ അച്ഛന്മാരായിട്ട് വരുന്ന ആൾക്കാരില്ലേ, അലൻ്റെ അച്ഛനായിട്ട് സുധീഷ് ഏകദേശം ഒരേ ഫേസ് കട്ട്. അതായത് സുധീഷിൻ്റെ ഇപ്പോൾ വട്ടമുഖമാണ്, അലൻ്റെ നീണ്ട മുഖമാണ്. അതല്ല പറഞ്ഞു, മുമ്പ് സുധീഷിൻ്റെ മുഖം കുറച്ച് നീണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ വിനായകും ബിജുക്കുട്ടനും അയ്യോ കറക്റ്റ് കണ്ട ഏകദേശം ഒരുപോലെ, ഭയങ്കര ഒരുവല്ല സിമിലാരിറ്റീസ് ഉള്ള ഒരു സംഭവം, ഫേസ് കട്ട്. അതേപോലെ തന്നെ എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ഗൈസ്. എന്തായാലും പടം എന്തായാലും സംഗതി അടിപൊളിയാണ്. സ്ക്രിപ്റ്റിംഗ്, ഡയറക്ഷൻ, കാസ്റ്റിംഗ്, മൊത്തം ആ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി 2.25 മണിക്കൂറുള്ള പടമാണ് കേട്ടോ. അപ്പോൾ ഇത് ലാഗ് ചെയ്യുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ഈ 2.25 മണിക്കൂറൊക്കെ പ്രാന്തായിരിക്കൂലേ എന്നില്ല, ഒരു പ്രാന്തവും ഇല്ല. ഒരു വട്ടം കൂടി പോയി കാണണം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഈ പടവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. കമൻറ്റ് സെക്ഷൻ ഈസ് ഓൺ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നമ്മൾ 7000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കുറേ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലായിരുന്നു, അപ്പോൾ ഇനി ആക്റ്റീവ് ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. സിനിമ റിവ്യൂസ് അതേപോലെ റിയാക്ഷൻ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുക. ഒരു മൈക്കൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. ഒക്കെ റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ താങ്ക് യു. എനിക്കെന്തായാലും വാഴ 2 ഭയങ്കര ഇഷ്ടമായി. ഈ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫൊക്കെ ഭയങ്കര ചുമ്മാ പോയിട്ട് പഠിച്ച് വരിക എന്നതിനപ്പുറത്തേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി വന്ന ആളുകൾക്ക്
വാഴ 2 കണക്റ്റ് ആവും പെട്ടെന്ന് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടിപൊളി.